ചെറിയ പൈസയ്ക്ക് നിങ്ങളുടെ ചെറു ഫാമിലിയിലേക്ക് ഒരു വലിയ വാഹനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ നിറഞ്ഞു കിടക്കുന്നു 3 ഈക്കോ. അപ്പൊ ഈക്കോയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. 2018 മോഡലുള്ള ഒരു ഈക്കോ. ഏകദേശം നമുക്കൊരു 5-6 പേർക്ക് സുഖമായിട്ട് ഒരു ഫാമിലി ഉള്ളവർക്ക് ദൂരയാത്ര വേണമെങ്കിൽ വരെ പോകാൻ പറ്റുന്ന ഒരു വാഹനം. കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു മിനി വാനായിട്ട് വേണമെങ്കിൽ ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനങ്ങളുടെ കൂടിയാണിത്. പക്ഷെ നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 66,000 കിലോമീറ്റർ ഓടിയുണ്ട്. 66,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിലുള്ളതാണ് ഈ വാഹനം നിലവിലുള്ളത്. AC ആണ് കേട്ടോ. 5 സീറ്റർ AC. 5 സീറ്റർ AC ഉള്ള വാഹനം. സ്റ്റാൻഡേർഡ് അല്ല. പക്ഷെ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് ഒരു വലിയ വാഹനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു വാഹനമാണ്. അറിയാം, പ്രത്യേകിച്ച് നമുക്ക് ഒരു ഒമിനിയുടെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ ശേഷം വന്നിട്ട് ആ ഒരു റേഞ്ചിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് ഈക്കോ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പ്രൈസാണ് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 4,20 ചോദിക്കുന്നത്. 4,20 ചോദിക്കുന്നുണ്ട്. അത് വലിയ ഒരു റേറ്റ് അല്ല. വണ്ടി ഇത് നമുക്ക് ലോൺ കിട്ടുമോ? ലോൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 50,000-60,000 രൂപ നമുക്ക് സുഖമായിട്ട് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്നൊരു ആണ്. ടയറും കാര്യങ്ങളും ഉള്ളൊരു വാഹനം കൂടിയാണ്. അപ്പൊ പിന്നെ കൂടുതലായിട്ട് ഈക്കോയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വാഹനം. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും വിളിക്കുക. 4,20 എന്ന് പറയുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പം തീർച്ചയായിട്ടും വരിക. 2019 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 67,000 കിലോമീറ്റർ. 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഹനമാണ്. നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു വാഹനം. അത്യാവശ്യം ഓടാനുള്ള ടയർ ഉള്ളൊരു വാഹനം കൂടിയാണ്. നമ്മൾ എന്ത് പൈസ നമ്മൾ പറയുന്നത്? ഇത് 4,35 ചോദിക്കുന്നു. 4,35 ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആണ്. ഇന്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. സീറ്റുകളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഈ വാഹനം നമുക്ക് ലോൺ അവൈലബിൾ ആണല്ലോ? ലോൺ ചെയ്യാൻ പറ്റും. 60 ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും വിളിക്കുക. ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ട സ്വന്തമാക്കാം. ഈക്കോ കാശിൽ മൂന്നാമനാണ്. ഏത് മോഡലാണ്? ഇത് 2015 മോഡൽ. 2015 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വാഹനമാണ്. കാരണം വെച്ചാൽ ഈ 3 വാഹനത്തിന്റെ ഒരു പ്രത്യേകിച്ച് നല്ല എല്ലാം ഒരേ കളർ ഇറങ്ങിയിട്ടുള്ളൊരു വാഹനമാണ്. ബാക്ക് ടയർ ഇച്ചിരി കുറവുണ്ട്. ഫ്രണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മെയിനായിട്ട് നിങ്ങൾക്കൊരു വാനായിട്ട് രീതിയിലോ സ്കൂൾ കുട്ടികളോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. സീറ്റ് കവർ ഫ്രണ്ടിൽ കുറച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം സീറ്റ് കവർ നമുക്കൊന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിലാണ്. ഇത് 3 AC ആണ് വണ്ടി. 3 AC വണ്ടിയാണ്. നമ്മളെ ഈ 3 വാഹനങ്ങളും AC ആണ് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഈ ഈക്കോക്ക് എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് 3,20 നമ്മൾ ചോദിക്കുന്നത്. 3,20,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമുക്കിത് മാക്സിമം ലോൺ ചെയ്യാൻ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈക്കോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്, തീർച്ചയായിട്ടും വിളിക്കുക, വരിക, ഈ വാഹനം നോക്കുക, എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാഹനം എടുക്കുക. ഇപ്പോൾ ഡെലിവറിക്ക് റെഡിയായി കിടക്കുന്ന ഒരു ഈക്കോയാണത്. കാരണം ഇവിടെ നിന്ന് ഓരോ വാഹനം ഇറങ്ങുമ്പോഴും ഇത് പോളിഷ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഈ വാഹനം ഇവിടുന്ന് പുറത്തോട്ട് വിടുന്നത്. അപ്പോൾ ഏറ്റവും നല്ല നീറ്റായിട്ട്, കാരണം നിങ്ങൾ പുതിയൊരു വാഹനം നിങ്ങൾ എങ്ങനെ ഇറക്കി കൊണ്ടുപോകുന്ന ആ രീതിയിൽ തന്നെ എല്ലാ രീതിയിൽ നിന്നുള്ള പോളിഷിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടാണ് ഈ വാഹനം ഇവിടുന്ന് പുറത്തു വിടുന്നത്.